കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ഈ പ്രതികൂല സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും ദൈവകൃപയും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നമുക്ക് ബലവും ശക്തിയും നൽകി. ഈ സാഹചര്യത്തിൽ ദൈവം നമ്മെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും മാനിക്കട്ടെ. ഇന്ന് പുതിയ വാതിലുകൾ, വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസമുള്ള ഗ്രേസ് ടി വിയിലെ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ആയിരക്കണക്കിന് ജനത്തോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മറക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളത്. തിരുവചനത്തിനകത്ത് അനേക അപ്പസ്തോലന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരും ഒക്കെയുണ്ട്. കഥാപാത്രങ്ങൾ പലതുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക്, യേശുക്രിസ്തു എന്ന് പറയുന്ന ആ തീമിനകത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വെളിപ്പാട് തന്നെയാണ്. തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മളിൽ ഉണ്ടാകട്ടെ. ഈ അന്ത്യകാലത്ത് കർത്താവ് ഉയർത്തപ്പെടട്ടെ. യേശുപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഉയർത്തപ്പെട്ടാൽ നിങ്ങളും ഉയർത്തപ്പെടും, ഞാൻ ഉയർച്ച പ്രാപിച്ചാൽ നിങ്ങളും ഉയർച്ച പ്രാപിക്കും. അത് പ്രിയരെ, കർത്താവിൻ്റെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാകട്ടെ. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹമാകട്ടെ. കർത്താവിൻ്റെ കരുതൽ നമ്മുടെ കരുതലാകട്ടെ. യേശുവപ്പ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴികളും വാതിലുകളും തുറക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ഒരു വേദവാക്യം വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വായിപ്പാനായിട്ട് ഇടയായി. വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചന സൂത്രമാണ് നമ്മൾ ഇന്ന് പകൽ വായിപ്പാനായിട്ട് ഇടയായത്. അവിടെ യേശു കർത്താവിനെ പറ്റി പറയുകയാണ്, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികൾ ആരും എന്നോടുകൂടെ, ആരുമില്ലാത്ത ഒരവസ്ഥ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സ്വന്തമായവരെ ചേർക്കാനാണ്. യഹൂദന്മാരെ നിത്യതയിൽ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ചേർക്കാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ അവർ ഉപേക്ഷിച്ചു, യേശുവിനെ അവർ അംഗീകരിച്ചില്ല. ആ സ്വന്തമായവർ അംഗീകരിക്കാതെ വന്നപ്പോൾ ജാതികളായ നമുക്ക് കൃപ ലഭിച്ചു. അങ്ങനെ ജാതികളായ നമുക്ക് കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം കിട്ടി. ഇവിടെ ഏകനായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു യേശുവിനെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 63-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ രക്താംബരം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുരുഷനെയാണ് കാണുന്നത്. മുന്തിരിച്ചക്കിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ വസ്ത്രത്തിലും ശരീരത്തിലും മുന്തിരിച്ചാർ പിടിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ രക്തധാരിയായി, രക്തം ചൊരിയപ്പെട്ടവനായി നിൽക്കുന്ന ഒരു കാഴ്ച പ്രവചന പുസ്തകത്തിൽ കാണുകയാണ്. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, കാൽവറി ചവിട്ടി കയറി. മുന്തിരിച്ചക്കിൽ ജോലിയെടുക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നോക്കൂ. ആ ശരീരത്തിൽ മുഴുവനും മുന്തിരിയുടെ ചാറ് തെറിക്കും. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഏതൊരു പണിയെടുത്താലും ആ ജോലിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഷിയാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ ആ ജോലി ചെയ്യുന്നതിൻ്റെ അംശങ്ങൾ പറ്റാം. ഉദാഹരണം,
ഒരു ആശാരി ജോലി ചെയ്യുമ്പോൾ ചിന്തേരിൻ്റെ പൊടിയും അല്ലെങ്കിൽ തടിയുടെ പൊടിയൊക്കെ ശരീരത്തിൽ, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൊക്കെ അത് പറ്റി പിടിച്ചിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കണ്ടത്തിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നോക്കൂ, ആ വ്യക്തിയുടെ ശരീരത്തിൽ തൻ്റെ കാലുകളിലും കൈകളിലും വസ്ത്രങ്ങളിലും ചേറ് പുരണ്ടിരിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പണിക്ക് വരുന്നൊരു മേശരിയെ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കയ്യിലും വസ്ത്രത്തിലും സിമെൻറ്റും അതുപോലെ തന്നെ ചള്ളയും ഒക്കെ പടർന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഏതൊരു പണിയെടുക്കുന്ന ഒരു വ്യക്തിയും ആ പണിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അത് വസ്ത്രത്തിലോ അല്ലെങ്കിൽ ആ ദേഹത്ത് ശരീരത്തിലെ കയ്യിലോ കാലുകളിലോ പടർന്നു പിടിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നതുപോലെ തന്നെ മുന്തിരിച്ചക്കിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് സമമായി. മുന്തിരിച്ചക്കിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തി, മുന്തിരി ചുമന്ന നിറമാണ്, അതിൻ്റെ വൈന് ചുമന്നാണ് ഇരിക്കുന്നത്, രക്തം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചക്കിനകത്ത് മുന്തിരി ആട്ടിയെടുക്കുമ്പോൾ, പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അംശം ആ മുന്തിരിച്ചക്കിൽ പണിയെടുക്കുന്നവൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യാം? പടരാം. വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചുമന്ന വസ്ത്രമായിട്ടിരിക്കുന്ന കാണാം. കൈകളും കാലുകളും ഒക്കെ ചുമന്നിരിക്കും, കാരണം മുന്തിരിച്ചക്കിലാണ് പണിയെടുക്കുന്നത്. യേശു കർത്താവും പറയുകയാണ്, കാൽവറി എന്ന മുന്തിരിച്ചക്കിൽ യേശു ഏകനായി ചവിട്ടി കയറി. യേശു ഏകനായിട്ടാണ് ചവിട്ടിക്കയറിയത്. യേശുവിൻ്റെ കൂടെ ആ കാൽവറിയിൽ ചവിട്ടിക്കയറാൻ യേശു പോയ പാതയിൽ നിൽക്കാൻ ഒരു മനുഷ്യനില്ലായിരുന്നു. തൻ്റെ ക്രൂശ് ചുമക്കുവാനായി ഒരു കുറേനക്കാരനെ നിർബന്ധിച്ചാക്കിയെങ്കിലും ക്രൂശ് വരെ ഉള്ളായിരുന്നു, ക്രൂശിൻ്റെ ചുവട് വരെ ഉള്ളായിരുന്നു. പക്ഷെ ക്രൂശിൽ കയറിയത് ഏകനായിട്ടാണ്. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ക്രൂശിൽ കയറിയത് യേശു ഏകനായിട്ടായിരുന്നു. യേശുവിൻ്റെ സ്നേഹിതനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന യോഹന്നാൻ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. പക്ഷേ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നല്ലാതെ ആ ക്രൂശിൽ കയറാൻ വേറൊരു വ്യക്തി കൂടെ ഇല്ലായിരുന്നു. ഒറ്റയ്ക്കാണ് ആ ക്രൂശിൽ യേശു കയറിയത്. ഇതേ അർത്ഥത്തിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുകയാണ്, ഞാൻ ഏകനായിട്ട് മുന്തിരിച്ചക്ക് ചവിട്ടി, പക്ഷേ ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. യേശു ഒറ്റപ്പെട്ടു പോയ ഒരു സമയം, ഒറ്റയ്ക്കായ സമയം. അവിടെ വേദപുസ്തകത്തിൽ വായിക്കുകയാണ്, നിന്റെ ഉടുപ്പ് ചുമന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിന് പോലെ ഇരിക്കുന്നത് എന്ത്? അതാണ് ഞാൻ പറഞ്ഞത്. രക്തധാരിയായി മുന്തിരിച്ചാറ് പറ്റിയിരിക്കുന്നത് പോലെ ശരീരം മുഴുവനും രക്തം കൊണ്ട് നിറയപ്പെട്ട, നമുക്കറിയാം 39 അടി യേശുവിൻ്റെ ശരീരത്തിൽ പടയാളികൾ അടിച്ചു. ക്രൂരന്മാരായ 2 പടയാളികൾ കോർത്തു പിന്നിയ ചാട്ടയുമായി യേശുവിൻ്റെ ശരീരത്തിൽ 1, 2, 3, 4 എന്ന് എണ്ണി 39 അടി അടിച്ചു. എന്തിനാ 39 അടി എണ്ണി അടിച്ചത്? റോമൻ നിയമം അനുസരിച്ച് ഒരു കുറ്റവാളിയെ കൈ കിട്ടിയാൽ അടിച്ചു വിടാനായിട്ട് അല്ലെങ്കിൽ അടിക്കാൻ ഏൽപ്പിച്ചാൽ 39 അടി 40 അടിച്ചാൽ പിന്നെ അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ ക്രൂശിക്കാൻ പറ്റത്തില്ല, പിന്നെ ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല, വിട്ടയക്കണമെന്നാണ് നിയമം. അപ്പോൾ 40 അടി ആകരുത്, എന്നാൽ 39 അടി കുറയരുത്. മാക്സിമം യേശുവിനെ അടിക്കണം, എന്നാൽ പിന്നീട് ക്രൂശിക്കുകയും ചെയ്യേണ്ടതുകൊണ്ട് യേശുവിനെ എണ്ണി തിട്ടപ്പെടുത്തി 39 അടി യേശുവിൻ്റെ ശരീരം അടിച്ചു. കണ്ടാൽ ഉഴവുചാലു പോലെ, കണ്ടം ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന പോലെ യേശുവിൻ്റെ ശരീരവും വിലാപ്പുറവും മുതുകുമൊക്കെ ഇളകി മറിഞ്ഞ് കിടക്കുകയാണ്. മാംസം അസ്ഥിന്ന് പടർന്ന് അത് ഇളകി കിടക്കുകയാണ്. ചൂണ്ട പോണക്കുള്ള സാധനങ്ങൾ കൊണ്ട് യേശുവിൻ്റെ ശരീരത്തിലേക്ക് ആ ചാട്ട ആഞ്ഞടിക്കുമ്പോൾ ചാട്ടയുടെ വള്ളി യേശുവിൻ്റെ ശരീരത്തെ ചുറ്റിക്കെട്ടും. ആ ചുറ്റിക്കെട്ടിയ വള്ളി അത് പിഴുതെടുക്കണം. ചൂണ്ട കീറി ഉടക്കി കിടക്കുകയാണ്. അത് പിഴുതല്ല എടുക്കുന്നത്, അവർ വലിച്ചാണ് എടുക്കുന്നത്. അവർ വലിച്ചെടുക്കുമ്പോൾ ഈ ചൂണ്ടയിൽ കുരുങ്ങിയ മാംസം കീറി വരികയാണ്.
അങ്ങനെ 39 അടി യേശുവിൻ്റെ മുതുകത്തടിച്ചെങ്കിൽ, യേശുവിൻ്റെ വിലാപ്പുറത്തടിച്ചെങ്കിൽ, നിങ്ങൾ ഓർത്തു നോക്കൂ, ആ യേശുവിൻ്റെ 33.5 വർഷം ജീവിച്ച് 33.5 പ്രായമുള്ള യേശുവിൻ്റെ ആ യുവത്വം നിറഞ്ഞ ശരീരം കീറി മുറിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് 53-ാമത്തെ അധ്യായം യെശയ്യാവിൽ പറയുന്നത്, കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ ഒരു മാംസപിണ്ഡം പോലെ ക്രൂശിൽ യേശു കിടന്നു. യേശുവിനെ അടിച്ചു. യേശുവിൻ്റെ ശരീരം മുഴുവൻ അടിച്ച് കീറി. അതിനുശേഷം യേശുവിനെ വലിച്ചു കൊണ്ടുപോയി ഒരു ചേറിലിരുത്തിയിട്ട് ഒരു മുൾക്കിരീടം യേശുവിൻ്റെ തലയിൽ ഫിറ്റ് ചെയ്തു. അതിനുശേഷം യേശുവിൻ്റെ മുഖത്ത് കറുത്ത തുണി വെച്ച് കണ്ണു കെട്ടി കോലുകൊണ്ട് തലയ്ക്കടിച്ചു. പ്രവചിക്ക്, നിന്നെ അടിച്ചത് ആരെന്ന് പറഞ്ഞ് യേശുവിനെ അപമാനിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താപ്പിച്ചനെ അവർ നിന്ദിച്ചു. ആ യേശു അപ്പായുടെ മുഖത്തെ രോമം അവർ പിച്ചി പറിച്ചെടുത്തു. ആ പറിച്ചെടുത്ത സ്ഥാനത്തേക്ക് അവർ തുപ്പി. യേശുവിനെ വികൃതമാക്കിയ ആ ശരീരത്തെ യേശുവിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് പച്ചമരക്കുരിശ് തോളിൽ വെച്ച് കൊടുത്തിട്ട് കാൽവറിയോളം എൻ്റെ പിതാവിനെ നടന്ന് നീക്കി ആ യേശു അപ്പ ആ തടിമരക്കുരിശുമായി വീണും എഴുന്നേറ്റും കാൽവറിയോളം നടന്നു നീങ്ങി. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്ത സകല ശാപങ്ങളും പാപങ്ങളും കർത്താവ് തൻ്റെ തോളിൽ വഹിച്ചിട്ട് കാൽവറിയോളം ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി കയറിയപ്പോൾ ജാതികളാരും അവൻ്റെ കൂടെ ഇല്ലായിരുന്നു. ആ ത്യാഗമൊന്ന് ഏറ്റെടുക്കാൻ ഒരു ശിഷ്യനുമില്ലായിരുന്നു. ആ ത്യാഗമൊന്ന് ഏറ്റെടുക്കാൻ ആ ഭൂമിയിൽ ആരുമില്ല. ക്രൂശിൻ്റെ അറ്റം ചുമക്കുവാൻ കുറേനക്കാരനായ ശീമോൻ കണ്ടത്തിലെ പണി കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ആൾക്കൂട്ടം എന്തെന്ന് കാണാൻ തിക്കും തിരക്കി അതിനകത്ത് കയറി ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വീണുമെഴുന്നേറ്റും ക്രൂശുമായി അർത്ഥപ്രാണനായി ശരീരം മുഴുവനും കീറി മുറിക്കപ്പെട്ടവനായി അടികളേറ്റ് ചാട്ട കൊണ്ട് പിന്നെയും അടിച്ച് യേശുവിനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ പടയാളികൾ ശീമോനെ നിർബന്ധിച്ച് ക്രൂശിൻ്റെ അറ്റം ചുമക്കാൻ അവൻ നിർബന്ധിച്ച കാരണത്താൽ അറ്റം ചുമന്നെങ്കിലും കാൽവറിയിൽ എൻ്റെ അപ്പ കയറിയത് ഏകനായിട്ടാണ്. യേശു അപ്പ ജീവിക്കുന്നതിൻ്റെ ഭൂമിയിൽ വരുന്നതിൻ്റെ 8000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യെശയ്യാവ് കൂടെ പറയുകയാണ്, ഇവിടെ വായിക്കും, നിന്റെ ഉടുപ്പ് ചുമന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ പോലെ ഇരിക്കുന്നത് എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ഏകനായി. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏകനായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത്? ഒറ്റപ്പെടൽ നീ അനുഭവിക്കുന്നുണ്ടോ? യേശുവിനെ പോലെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരനുഭവമാണോ നിങ്ങളുടെ മുമ്പിൽ? കൂടെ ഉണ്ടായിരുന്ന പത്രോസ് യേശുവിനെ ഇട്ടിട്ട് പോയില്ലേ? കൂടെ ഉണ്ടായിരുന്ന യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലേ? ബാക്കി ശിഷ്യന്മാരെല്ലാം ഭയന്ന് വിറങ്ങലിച്ച് അവരവരുടെ സ്ഥാനത്ത് മാറി നിൽക്കുമ്പോൾ യേശു ഏകനായി മുന്തിരിച്ചക്കിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ രക്തം ധാരധാരയായി ഒഴുകി കണ്ണുകൾ അടഞ്ഞ് ശരീരം മുറിപ്പെടുത്തി കാൽവറിയിൽ നീങ്ങിയ കർത്താവ് ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന നീ നിന്റെ ഭവനത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണോ? നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടോ? നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടോ? നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടോ? നിന്റെ സഭയിൽ നീ ഒറ്റപ്പെട്ടോ? ഇന്ന് പകൽ യേശുവിനെ നിങ്ങൾ നോക്കുക. യേശു ഒറ്റപ്പെട്ടെങ്കിലും പിതാവ് അവനോട് മനസ്സ് അലിഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ഒറ്റപ്പെട്ടു പോയ പല ഭാഗങ്ങൾ, യേശുവിനെ ഉപേക്ഷിച്ചു പോയ പല ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സകല ആളുകളും യേശുവിനെ ഉപേക്ഷിച്ച് കടന്നുപോയത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആദരിക്കാതെ കൈവിട്ടുപോയ അവസ്ഥകൾ. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കൽപ്പിച്ചു തന്ന അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? പ്രിയപ്പെട്ടവരെ,
യേശുവിന് വേണ്ടി ആമേൻ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സകലതും ക്രിസ്തുവിൽ കൂടെ ദൈവം, യഹോവയായ ദൈവം നമുക്ക് ചെയ്ത് തരും. ഇവിടെ വേദപുസ്തകത്തിൽ യേശുവിനെ ആദരിക്കാതെ യേശുവിനെ കൈവിട്ടത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയട്ടെ, യേശു കർത്താവ് ഏകനായതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? എല്ലാവരാലും ഒറ്റപ്പെട്ട്, എല്ലാവരാലും മാറ്റി നിർത്തിയ, നാലാടെ മുമ്പിൽ നിന്നെ അംഗീകരിക്കാതെ പലപ്പോഴും നീ സ്നേഹിച്ചവർ പോലും നിന്നെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശു അപ്പായെ ദൈവം കൈവിട്ടില്ല. വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു അപ്പായെ കർത്താവ് കൈവിട്ടില്ല. കാരണം യേശു ആമേൻ ദൈവപുത്രനായി നമ്മുടെ ഇടയിൽ പാർത്തു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, ആമേൻ ഏകനായി ചക്ക് ചവിട്ടി. ഇന്ന് രാവിലെ നിന്നെ അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ യേശു അനുവദിക്കുകയില്ല. യേശുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരികയാണ്. യേശുവിൻ്റെ കൃപ നിങ്ങളിലേക്ക് വരികയാണ്. യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനെ ഒറ്റപ്പെടുത്തി. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ഒറ്റപ്പെടുത്തി. യേശുവിൻ്റെ പ്രവൃത്തി മേഖലകളിൽ യേശുവിൻ്റെ കൂടെയുള്ളവർ എല്ലാം യേശുവിനെ ഒറ്റപ്പെടുത്തി. അവസാനം തനിയെ ആ മുന്തിരിച്ചക്ക് യേശു ചവിട്ടിക്കയറി. തനിയെ ആ കാൽവറിയോളം നടന്നു നീങ്ങി. എന്നാൽ 3-ാം ദിവസമായപ്പോൾ യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യഹോവയായ ദൈവം എഴുന്നേൽപ്പിച്ചു. കല്ലറയെ പൊട്ടിച്ച് അവൻ പുറത്തു വന്നു. ഇമ്പീരിയം മുദ്രകളെ തകർത്ത് അവൻ പുറത്തു വന്നു. വേദപുസ്തകം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച കല്ല് ഉരുട്ടി നീക്കി. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു, ആ ദൂതൻ ആ കല്ലിൻ്റെ മേൽ ഇരുന്നു. എന്തിന്? ഇനിയും ആ കല്ല് അടയരുത്. ഇനിയും യേശുവിൻ്റെ കല്ല് എന്നും, ആ കല്ലറ എന്നും തുറന്നു കിടക്കണം. അത് അടഞ്ഞു കിടക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം, നീ അനുഭവിക്കുന്ന ഏകാന്തതയിൽ, ഒറ്റപ്പെടലുകളിൽ, ആരുമില്ലാത്ത സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ ആവശ്യങ്ങൾ അറിയുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. യേശു ആമേൻ നിന്നനുഭവിച്ചു, യേശു കഷ്ടത അനുഭവിച്ചു, യേശു വേദന അനുഭവിച്ചു, യേശു പരിഹാസങ്ങൾ അനുഭവിച്ചു. എന്നാൽ അതിനകത്ത് യേശു പിതാവിനാൽ മാനിക്കപ്പെട്ടു. എവിടെ അവനെ നിന്ദിക്കപ്പെട്ടോ അവിടെ യേശുവിനെ പിതാവ് ഉയർപ്പിച്ചു. യേശുവിനെ പിതാവ് ഉയർത്തി. യേശു എവിടെയാണോ കരഞ്ഞത് അവിടെ ദൈവം അവനെ മാനിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, നിങ്ങൾക്കൊരു മാന്യതയുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നൊരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇന്ന് വരെ കാണാത്ത ചില അനുഗ്രഹങ്ങൾ, വിടുതലുകൾ നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് ചെയ്തു തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സമൂഹത്തിലും സ്വന്തം വീട്ടിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് സ്തോത്രം ചെയ്യുക. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ നന്ദിയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണേ. പോരുകളെ ദൈവം സാഹസിക്കണേ. ബന്ധനങ്ങളെ കർത്താവ് അഴിക്കണമേ. ദൈവിക പദ്ധതി കൊണ്ട്, കൃപ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ എതിരുകളും, പോരുകളും, പൈശാചിക മണ്ഡലങ്ങളും, കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ ഗിതവും, തമ്പുരാന്റെ കൃപയും, തമ്പുരാന്റെ സാന്നിധ്യവും നിന്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം പകരണമേ കർത്താവേ. എതിരുകൾ മാറിപ്പോകട്ടെ കർത്താവേ. ഒറ്റപ്പെടലുകൾ മാറിപ്പോകട്ടെ കർത്താവേ. തിരസ്കരണങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തോട് വെല്ലുവിളിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ വചനം നിന്റെ ജനത്തിന് വിടുതലാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. യേശു ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരേകാന്തത നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. ഉയർപ്പിൻ്റെ ഒരു പുലരിയുണ്ട്. ഉയർപ്പിൻ്റെ ഒരു ദിവസമുണ്ട്. എല്ലാ കല്ലറയും പൊട്ടിച്ച് പുറത്തു വരുന്നൊരു സമയമുണ്ട്. അന്ന് നിങ്ങൾ മാനിക്കപ്പെടും. അന്ന് നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.